ചിത്തര സൗന്ദര്യ ആരാധകരാണ്, സൗന്ദര്യ ബോധമുള്ളവരാണ്, ആരോഗ്യമുള്ളവരാണ്. ഈ ആഴ്ച ശോഭനമായ ഒരു നിലയാണ്. ഏത് തരത്തിലായാലും നിങ്ങൾക്ക് ഈ ആഴ്ച വളരെയേറെ പ്രഗത്ഭമാണ്. ലേറ്റായ ജോലി കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചിരുന്നവർക്ക് പോലും അറ്റ്ലീസ്റ്റ് എംപ്ലോയ്മെൻറ്റിൽ നിന്നെങ്കിലും ഒരു ഭാവി തെളിച്ചുകൊണ്ട് മെമ്മ കിട്ടും. അത് മുറുകെ പിടിക്കാം. ശുഭാപ്തി വിശ്വാസം ഉള്ളവരാണ് നിങ്ങൾക്കൊട്ടും തന്നെ നിങ്ങൾ പിന്നോട്ട് നോക്കേണ്ടതില്ല. വിശാഖത്തിന് എന്തു തന്നെയായാലും അവരുടെ കാര്യം പറയുമ്പോൾ വളരെയേറെ മനക്ലേശമുള്ള, അതായത് ഒരു വേവറിങ് മെൻറ്റാലിറ്റി ഉള്ള കാലഘട്ടമാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട. പുറമെ പോകാനുള്ള ചാൻസുകൾ വരുന്നുണ്ട് അന്യരാജ്യത്തേക്ക്. അത് ഉപേക്ഷിക്കരുത്. ഇത് ഉപേക്ഷിച്ചാൽ പിന്നെ അത്തരം ഉയർച്ചകൾ ഭഗവാൻ പെട്ടെന്ന് തന്നിരിക്കില്ല. വെല്ലുവിളി ആയിട്ട് ഒന്നും ചെയ്യാൻ പോകരുത്. നിങ്ങൾക്ക് ഈ ആഴ്ച നല്ലതാണ്. ആരോഗ്യം സൂക്ഷിക്കണം. ശാഖദത്തൻ എന്നാണ് മുരുകൻ്റെ പേര് തന്നെ. അപ്പോൾ അക്കൂട്ടത്തിൽ നിങ്ങൾക്കും അതിൻ്റെതായ ഭക്തി പാരവശ്യം ഉണ്ടാക്കാം. മറ്റുള്ളവർ 10 പ്രാവശ്യം വിളിക്കുമ്പോൾ നിങ്ങളൊക്കെ ഓരോ തവണ വിളിച്ചാൽ മതിയാക്കുന്നതാണ്. പെട്ടെന്ന് ഫലം നൽകുന്ന ഭഗവാനാണ് മുരുകൻ. താങ്കൾക്ക് ഏതെങ്കിലും ബെനികളായ കാര്യങ്ങളെല്ലാം ഈ ആഴ്ച നടന്ന് ഫലവത്തായി വരും. അതിൽ സന്തോഷിക്കണം. പുറകോട്ട് നോക്കേണ്ടതായ ഒരു ആവശ്യവും അവിടെ വരുന്നില്ല ഈ ആഴ്ച. ശാപം കഴിഞ്ഞ അനുരമാണ്. അനുരത്തിന് പ്രധാനമായി പറയാനുള്ളത്, നിങ്ങൾക്ക് ചില ഓഫറുകൾ തന്ന് ചില സുഹൃത്തുക്കളോ ബന്ധുക്കളോ നിങ്ങളെ പറ്റിക്കും. അത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പണം കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരല്ല. കൊടുത്താൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പലിശക്കാരും മറ്റുമാണ്. നിങ്ങൾ അവസാനം കൊടുത്താൽ മുതൽ തിരിച്ചു ചോദിച്ച് വഷളാകുമ്പോൾ നിങ്ങളത് വേണ്ട കളയും. എന്തിനാണ് അധ്വാന ഫലം വെറുതെ കൊണ്ട് കളയുന്നത്? അതുകൊണ്ട് ചിന്തിച്ച് ക്രയവിക്രയം ചെയ്യുക. തൃക്കേട്ടയ്ക്ക് വല്ലാത്ത ഒരവസ്ഥയാണ്. പ്രധാനപ്പെട്ടവർ ആശുപത്രിയിൽ അഭയം തേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു 60% അവർ തിരിച്ചു വരും, 40% തിരിച്ചു വരികയില്ല. ആ തരത്തിൽ ആരോഗ്യം അത്ര നല്ല സന്തുലിതാവസ്ഥയിലല്ല. നിങ്ങളെ ബന്ധുക്കൾക്കോ അത് കാണുന്നുണ്ട് ഈ ആഴ്ച. അത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കാം. കുട്ടികളും ഭർത്താവും ഒക്കെ ആയി നിങ്ങൾ ഒരു മാതൃകാ ദമ്പതികളായി കുടുംബം നയിക്കുന്നവരാണ്. മൂലം നക്ഷത്രം എപ്പോഴും ലക്ഷ്യബോധമുള്ളവരാണ് നിങ്ങൾ. കൂറാണ്. അതിലും അവിടെയും നിങ്ങൾ മികച്ച പ്രകടനം ജീവിതത്തിൽ കാഴ്ചവെക്കും. ഏത് പ്രതിസന്ധികളെയും നിങ്ങൾ തരണം ചെയ്യാൻ കഴിവുള്ളവരാണ്. ശോഭനമായ ഭാവി ഈ ആഴ്ച ഉണ്ട്. പോരാടത്തിന് ഒരു മിക്സഡ് ഫീലിംഗ് ആണ് ഇപ്പോഴുള്ളത്. അനുഭവം അങ്ങനെയാണ്. മറ്റു ഗ്രഹങ്ങളിൽ നിൽക്കുന്ന സ്ഥിതി അതാണ്. വീട്ടിൽ ഉണ്ടാകാവുന്ന തർക്കം വഴക്ക് ഒഴിവാക്കാൻ ശ്രമിക്കണം. നിങ്ങൾ പ്രാണായാമം ചെയ്യുന്നത് നല്ലതാണ്. എല്ലാത്തിനും പച്ചക്കൊടി പ്രാണായാമത്തിലുണ്ടാകും. അടുത്ത ഉത്രാടമാണ്. ഉത്രാടത്തിന് അലമ്പൽ കൂട്ടാനുള്ള വെമ്പലുള്ളവരാണ്. അതിൽ നിന്നും മാറി നിൽക്കണം. കഴിയുന്നത്ര സമാധാനം പാലിച്ച് മുന്നോട്ട് പോകണം. ഉത്രാടത്തിൻ്റെയും തിരുവോണത്തിൻ്റെയും ഇടയിൽ ഒരു പ്രത്യേക സന്ദർഭമുണ്ട്, സമയമുണ്ട്. അതിനെ അഭിജിത്ത് എന്ന് പറയും. ഉത്രാടത്തിൻ്റെ അവസാന ഭാഗവും തിരുവോണത്തിൻ്റെ തുടക്കവുമാണ്. നിങ്ങൾക്ക് ഗുണകരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. അല്ലാതെ അഭിജിത്ത് മുഹൂർത്തത്തിൽ മാത്രം എന്തെങ്കിലും ചെയ്യണമെന്നല്ല. ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ചെയ്യും. നിങ്ങൾ ഭാവനാശാലികളാണ്, ലക്ഷ്യബോധമുള്ളവരാണ്, ജീവിതത്തിൽ വിജയിക്കുന്നവരാണ്. നാടും അന്യനാടും നിങ്ങൾക്ക് ഒരുപോലെ അവസരം നൽകുന്നു. തിരുവോണത്തിന് വിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് എങ്കിലും നിങ്ങൾ മകരക്കൂറാണ്. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, ആയിരിക്കണം, പ്രവർത്തിക്കുന്നത് നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ, കൂട്ടുകാരായ ആളുകൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവരെ കൂടി പ്രേരിപ്പിച്ച് പ്രവർത്തനം നിരതരാക്കുന്ന കഴിവുള്ളവരാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്. എന്നാലും സഹായഹസ്തം പാത്രമറിഞ്ഞ് ഭിക്ഷയിടണം എന്ന തത്വം താങ്കൾ എപ്പോഴും ഓർമ്മിക്കുക. അവിട്ടമാണ്. അവിട്ടംകാർക്ക് നിലവിലുള്ള സകല വശങ്ങളും മാറി പുതിയ ഒരു പാതയിലേക്ക് നീങ്ങുകയാണ്. ഭാഗ്യക്കുറി പോലും അടിക്കാൻ സാധ്യതയുള്ളവരാണ്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി 144 ഇലകൾ കൊണ്ടുള്ള കൂവളം മാല ചാർത്തുക ശിവന്. എല്ലാ പ്രതിസന്ധിയും ആ മഹാശക്തൻ മാറ്റിത്തരും. അത് ഓർമ്മിക്കുക.